ജില്ലയിൽ ജനവാസ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. കാട്ടുപന്നി ശല്യം ഒഴിവാക്കാൻ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച സ്ക്വാഡ് യാഥാർത്ഥ്യമായില്ല. നേരത്തെ വനമേഖലയിൽ മാത്രമാണ് കാട്ടുപന്നിശല്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നാട്ടിൻപുറങ്ങളിലും പന്നിശല്യം രൂക്ഷമാണ്. ജനവാസ കേന്ദ്രങ്ങളിൽ പകൽ പോലും കാട്ടുപന്നികൾ സ്വൈരവിഹാരം നടത്തുകയാണ്. കൃഷി നശിപ്പിക്കുക മാത്രമല്ല, മനുഷ്യരെ ആക്രമിക്കുന്ന സംഭവങ്ങളും ഏറിവരികയാണ്. പന്നികൾ വാഹനങ്ങൾക്ക് കുറുകെ ചാടി അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ്. ജനവാസ മേഖലയിൽ മനുഷ്യജീവനും സ്വത്തിനും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ കൊല്ലാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകി വനം വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ കാട്ടുപന്നികളെ വെടിവെക്കാൻ വൈദഗ്ധ്യമുള്ളവരുടെ അഭാവം തടസ്സമായി. ഇതേ തുടർന്നാണ് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് വനം വകുപ്പ് പ്രഖ്യാപിച്ചത്. വെടിവെക്കാൻ വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പുകളിലെ സർവീസിൽ നിന്നും വിരമിച്ച ജവാന്മാർ, റൈഫിൾ ക്ലബ്ബിൽ അംഗങ്ങളായവർ എന്നിവരെ ഉൾപ്പെടുത്തി സ്ക്വാഡ് രൂപീകരിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഫണ്ടിന്റെ ലഭ്യതക്കുറവ് മൂലം തുച്ഛമായ പ്രതിഫലം നൽകുന്നത് ഈ മേഖലയിൽ വിദഗ്ധരെ ലഭിക്കുന്നതിന് തടസ്സമായി. സാരി വലിച്ചുകെട്ടിയും പാത്രങ്ങളിൽ കൊട്ടിയും കൃഷിയിടങ്ങളിൽ നിന്ന് കാട്ടുപന്നികളെ അകറ്റി നിർത്താൻ കർഷകർ ശ്രമിക്കുകയാണ്. പക്ഷേ കൃഷി നശിപ്പിക്കുന്നതും കാട്ടുപന്നികളുടെ ആക്രമണങ്ങളും ദിനംപ്രതി ഏറിവരുന്നു. TCV, തൃശൂർ.